ജൂലൈ മാസം 2024 നടക്കാൻ പോകുന്ന മണി ഇൻ ദി ബാങ്ക് സ്പെഷ്യൽസിലെ മണി ഇൻ ദി ബാങ്ക് കോൺട്രാക്റ്റ് റോ ബ്രാൻഡിൽ ചേർന്ന റെസ്ലേഴ്സ് ആണോ സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ ചേർന്ന റെസ്ലേഴ്സ് ആണോ വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. അതിനോടൊപ്പം ജെയ് ഉസോ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നും പറയാം. അത് കൂടാതെ റോമൻ റെയിൻസിന്റെ റിട്ടേൺ ഇപ്പോൾ WWE പലയിടങ്ങളിലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് റോമൻ റെയിൻസ് സമ്മർ സ്ലാമിന് മുൻപായിട്ട് വരും എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അത് മണി ഇൻ ദി ബാങ്കിലാവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം ബ്ലഡ് ലൈൻ ടീമിന്റെ സ്റ്റോറി ലൈൻ ഇപ്പോൾ ശോകമായതുകൊണ്ട് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ ജേക്കബ് ഫാർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റിയും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാം. റസൽമേനിയയ്ക്ക് ശേഷം നടന്ന ബാക്ക് ക്ലാഷിൽ വരേണ്ടതായിരുന്നു, പക്ഷേ ടോങ്ക ലോവയാണ് വന്നത്. അപ്പോഴും ജേക്കബ് ഫാർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം സോളോ സിക്കാവയെ നിർത്തി ബ്ലഡ് ലൈൻ 2.0 മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ പ്ലാൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ശരിക്കും സോളോ സിക്കാവ റൺ ചെയ്യുന്ന ഈ ഒരു ബ്ലഡ് ലൈൻ ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് പഴയ ഇൻട്രസ്റ്റ് ഒന്നും ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ ഇപ്പോൾ വരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം സോളോ സിക്കാവയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സോളോ സിക്കാവനെ ഇങ്ങനെ കാണിച്ച് മുന്നോട്ട് പോയാൽ ബ്ലഡ് ലൈൻ 2.0 സ്റ്റോറി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ജേക്കബ് ഫാർട്ടിനെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ജേക്കബ് ഫാർട്ട് വരാൻ ചാൻസ് ഉള്ളത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവിലാണ്. ഈ ഒരു പേപ്പർ വ്യൂവിൽ ബ്ലഡ് ലൈൻ 2.0ക്ക് എന്തെങ്കിലും മാച്ച് ഉണ്ട് എങ്കിൽ ആ മാച്ചിൻ്റെ അവസാനം, അല്ലെങ്കിൽ AJ സ്റ്റൈൽസ് കോഡി റോഡ്സ് ഇവരുടെ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൻ്റെ അവസാനത്തിൽ ജേക്കബ് ഫാർട്ട് വരാനോ ചാൻസ് കൂടുതലാണ്. കൂടുതൽ ചാൻസും ബ്ലഡ് ലൈനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. അതിനുശേഷം ജേക്കബ് ഫാർട്ട് ആയിരിക്കും ബ്ലഡ് ലൈൻ റൺ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് സോളോ സിക്കാവനെ നൈസായിട്ട് മാറ്റുമെന്ന്. അപ്പോൾ മാറ്റുന്നതാണ് നല്ലത്. കാരണം ജേക്കബ് ഫാർട്ടുവിന് നല്ല മൈ സ്കില്ലും നല്ല പെർഫോമൻസും ഉള്ള ഒരു റെസ്ലറാണ്. സോളോ സിക്കാവനേക്കാൾ എന്തുകൊണ്ടും നല്ല ഓപ്ഷനായിരിക്കും ജേക്കബ് ഫാർട്ടു. അപ്പോൾ ഇത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ബാക്ക് ക്ലാഷിൽ സംഭവിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഇത് ഈ ഒരു സ്പെഷ്യൽസിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം ജേക്കബ് ഫാർട്ട് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ വരുമോ എന്ന്. ഇനി ജെയ് ഉസോ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുമോ? ജെയ് ഉസോയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഫാൻ സപ്പോർട്ട് വെച്ച് WWE കൊടുക്കുമോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാകാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം LA നൈറ്റിനെയും നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തത്. അതിനുശേഷം അവസാനം ഡാമിൻ പ്രീസ്റ്റിലേക്കാണ് WWE പോയതും ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യനായതും LA നൈറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായതും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൂടാതെ ജെയ് ഉസോ ഇപ്പോൾ റോ ബ്രാൻഡിൽ ചേർന്ന റെസ്ലറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. WWEയുടെ മണി ഇൻ ദി ബാങ്ക് ഈ അടുത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ റോ ബ്രാൻഡിൽ ചേർന്ന റെസ്ലേഴ്സാണ് നിറയെ വിൻ ചെയ്തിട്ടുള്ളതും റോ ബ്രാൻഡിലെ ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷ് ഇൻ ചെയ്തിട്ടുള്ളതും. ബിക്കി ഓട്ടീസിന് ശേഷം മിസ്സിന മണി ഇൻ ദി ബാങ്ക് കിട്ടി. പിന്നെ ആസ്റ്റിൻ തിയറി സെത്തിൻ്റെ അടുത്ത് US ചാമ്പ്യൻഷിപ്പിന് ക്യാഷ് ഇൻ ചെയ്തു. ഡാമിൻ പ്രീസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് സെത്തിൻ്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്തു. അപ്പോൾ ഒരുവിധം എല്ലാം റോ ബ്രാൻഡിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്ന റൂൾസിൽ സ്മാക്ക് ഡൗൺ ബ്രാൻഡിലെ ചാമ്പ്യൻഷിപ്പിനും റോ ബ്രാൻഡിലെ ചാമ്പ്യൻഷിപ്പിനും ഒരേ കോൺട്രാക്റ്റ് വെച്ച് ക്യാഷ് ഇൻ ചെയ്യാമെന്നാണ്. പക്ഷേ ആ വിൻ ചെയ്യുന്ന അതാത് റെസ്ലർ കൂടുതലായിട്ടും ക്യാഷ് ഇൻ ചെയ്തിട്ടുള്ളത് റോയിലെ ചാമ്പ്യൻഷിപ്പുകൾക്കാണ്. ചിലപ്പോൾ റോമൻ്റെ സ്റ്റോറി ആ സമയത്ത് പോകുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൂടുതൽ ചാൻസ് ആയിട്ട് നിൽക്കുന്നത് സ്മാക്ക് ഡൗണിലെ ഒരു റെസ്ലർ വിൻ ചെയ്യാനായിട്ടാണ്. അതായത് ഇത്രയും വർഷത്തെ മണി ഇൻ ദി ബാങ്ക് റോ റെസ്ലർ വിൻ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം സ്മാക്ക് ഡൗൺ റെസ്ലർ വിൻ ചെയ്തേക്കാം എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ജെയ് ഉസോ ആയിരിക്കും മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ജെയ് ഉസോ വിൻ ചെയ്താൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ സാധ്യതകളാണ് പറഞ്ഞത്. ഇപ്പോൾ ചാൻസ് കൂടുതൽ സ്മാക്ക് ഡൗൺ റെസ്ലർ വിൻ ചെയ്യാനാണ്. 2010-11 ടൈമിലൊക്കെ ആണെങ്കിൽ ഓരോ ബ്രാൻഡിനും മണി ഇൻ ദി ബാങ്ക് പ്രത്യേകം നടക്കുമായിരുന്നു. ഇപ്പം 2 ബ്രാൻഡിനും കൂടിയും ഒരു കോൺട്രാക്റ്റ് ആണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സ്മാക്ക് ഡൗൺ റെസ്ലേഴ്സ് ആണോ റോ റെസ്ലേഴ്സ് ആണോ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യേണ്ടത് എന്ന്. ഇനി റോമൻ റെയിൻസിലേക്ക് വരാം. റോമൻ റെയിൻസ് സമ്മർ സ്ലാമിന് മുൻപായിട്ട് WWEയിൽ വരുമെന്ന് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ അടുത്തൊക്കെ ആയിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് മണി ഇൻ ദി ബാങ്ക് 2024 റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യും എന്നാണ്. ഇതിനർത്ഥം മണി ഇൻ ദി ബാങ്ക് മാച്ചിൽ വന്ന് മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യും എന്നല്ല. ചിലപ്പോൾ മറ്റേതെങ്കിലും മാച്ചിലൊക്കെ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ ഷോ കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ചെയ്യാനോ സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ മാത്രമേ റോമൻ്റെ മാച്ച് സമ്മർ സ്ലാമിൽ വേറെ ലെവലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ റോമൻ മണി ഇൻ ദി ബാങ്കിൽ വരും എന്നാണ് പറയുന്നത്.